ഹലോ കൂട്ടുകാരെ, പലതരം ഉത്സവങ്ങൾക്കും പ്രത്യേക അവസരങ്ങൾക്കും വേണ്ടി തയ്യാറാക്കുന്ന ഒരു മധുര പലഹാരമാണ് പാൽപ്പായസം. ക്ഷേത്രങ്ങളിൽ നടന്നു വരുന്ന പരിപാടികളിൽ ഒന്നാണ് പാൽപ്പായസം. അപ്പോൾ ഉണ്ടാക്കുന്ന വിധം കണ്ടാലോ? നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള അരിപ്പായസം തയ്യാറാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ: അരി 1 കപ്പ്, ഷുഗർ 2 കപ്പ്, കിസ്മിസ്, അണ്ടിപ്പരിപ്പ്, നമ്മുടെ ഏലക്കാപ്പൊടി, പിന്നെ നെയ്യ്, പാൽ. ഇത്രയും സാധനങ്ങൾ മതി നമ്മുടെ അരിപ്പായസം തയ്യാറാക്കാൻ. അപ്പോൾ നമ്മളിവിടെ ഉണക്കലരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണക്കലരി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അരിപ്പായസം ഉണ്ടാക്കാം. ബസ്മതി റൈസ് കൊണ്ടുണ്ടാക്കാം, മസൂർ റൈസ് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ബസ്മതി റൈസൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒന്ന് നുറുക്കിയെടുക്കുക, എന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കിടക്കും. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ ഉണക്കലരി നല്ലതുപോലെ കഴുകിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. കഴുകിയെടുത്തിട്ട് നമ്മളത് കുതിർത്ത് വെക്കണം. അപ്പോൾ ഇത് കഴുകിയെടുക്കുമ്പോൾ നല്ലപോലെ അതിനകത്ത് നിന്ന് അഴുക്കൊക്കെ പോകും. അത് അഴുക്കൊക്കെ പോയി നല്ലൊരു തെളിഞ്ഞ് വരുന്നൊരു പരുവത്തിൽ വേണം നമ്മൾ വെള്ളം കുതിർത്ത് വയ്ക്കാൻ. കുതിർത്ത് വെച്ചാൽ മാത്രം നമ്മുടെ അരിയൊന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. നമ്മളൊന്ന് കൈകൊണ്ടിങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിഞ്ഞു വരികയും ചെയ്യും. ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ അരിയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് കുതിർത്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അരി കുതിർന്ന് കിട്ടും. അതിന് ശേഷം നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്നത് പോലെ നമ്മൾ ഓട്ടുരുളിയിലൊക്കെ ഉണ്ടാക്കി അതൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഞാനിവിടെ ഇൻഡാലിയതിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് ഞാനിവിടെ 3/4 ലിറ്റർ പാലാണ് എടുത്തത്. 1 കപ്പ് അരിക്ക് ഞാനിവിടെ ഒരു 3/4 ലിറ്റർ പാലും ഒരു 1/4 ലിറ്റർ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാലിൽ കിടന്നിട്ട് വേണം നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടാൻ. അല്ലാതെ ഇപ്പം നമ്മൾ അരി വേവിച്ചതിന് ശേഷം പാലൊഴിക്കുകയാണെങ്കിൽ നമ്മൾ ആ അരിക്കകത്തോട്ട് നമ്മുടെ ആ പാലിൻ്റെ ഇതൊന്നും ചെല്ലത്തില്ല. അതുകൊണ്ടാണ് പാലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്കതിലേക്ക് നമ്മുടെ അരി ഒന്ന് ഇട്ട് കൊടുക്കാം. ചെറിയൊരു തിള വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് അതിലേക്ക് അരിയിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മുടെ അരിയൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അരി വേവത്തില്ല, പാല് പെട്ടെന്ന് വറ്റിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സിമ്മിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ അരി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണേ, ഇല്ലയെന്നുണ്ടെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നല്ലതുപോലെ അരി വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നിൽക്കുമ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടെന്ന് നോക്കാൻ പറ്റും. അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഇപ്പോൾ പാല് കുറവായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം വറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ കറക്റ്റാണ്. ഇപ്പോൾ പഞ്ചസാരയും കൂടി ഇടുമ്പോൾ ഒന്നുകൂടെ ലൂസാകും അത്. അപ്പോൾ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ്. 2 കപ്പോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരം ഇഷ്ടമുള്ളതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊന്ന് ഇതൊന്ന് തിളച്ച് നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് നമ്മുടെ അരിയിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് വരും. ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ ഇവിടെ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ പായസം. ഇതിനകത്തേക്ക് നമുക്കിനി കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തിട്ട് കൊടുക്കണം. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അരിപ്പായസം സൂപ്പറാണ് കേട്ടോ. അമ്പലത്തിലൊന്നും നമ്മൾ കശുവണ്ടിപ്പരിപ്പൊന്നും ഇടാറില്ല. പിന്നെ നമ്മൾ കുറച്ച് അലങ്കാരമാക്കാൻ വേണ്ടി അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്ത് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക്. അതിനകത്തേക്ക് നെയ്യൊന്ന് ഉരുകി കഴിയുമ്പോൾ നമ്മുടെ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം കശുവണ്ടിപ്പരിപ്പൊന്ന് കളറൊന്ന് മാറിയതിന് ശേഷം വേണം മുന്തിരി ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറുത്തതോ നമ്മൾക്ക് കിസ്മിസോ ചേർത്ത് കൊടുക്കാം. ഏതാണെങ്കിലും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് പാകമായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ നെയ്യ് ഉൾപ്പെടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് ചേർക്കണ്ട. ഇപ്പോൾ നമ്മൾ ആ പായസത്തിലേക്ക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ വേറെ നെയ്യൊന്നും പായസത്തിൽ ചേർത്തിട്ടില്ല.
നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർക്കുക, ഇല്ലയെന്നുണ്ടെങ്കിൽ ആ അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ പായസം സൂപ്പറാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഇതിനകത്തൊരു നമ്മുടെ പൂവൊക്കെ ഇട്ട് അല്ലെങ്കിൽ തുളസി ഇലയൊക്കെ ഇട്ടായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പ്രത്യേക രുചിയാണല്ലോ അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ. അപ്പോൾ അതേ ടേസ്റ്റൊക്കെ തന്നെ വന്നില്ല എന്നുണ്ടെങ്കിലും എന്നാലും വരുന്നുണ്ട്. പക്ഷേ അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു പ്രത്യേക രുചിയാണല്ലേ ആ ഭഗവാന്റെ അടുത്ത് നിന്ന് കിട്ടുമ്പോൾ. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നല്ലേ ഉള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഇടാൻ മറക്കല്ലേ. ബായ്.